ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് കൺസെപ്ഷൻ ഹൈപ്പോത്തിസിസ് ആണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആയ ജെ.എം. കെയ്നസ് ആണ്, ജോൺ മെയ്നാർഡ് കെയ്നസ് ആണ്. സോ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഇൻകവും കൺസെപ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ്, സൈക്കോളജിക്കൽ ലോ റിലേറ്റ് ചെയ്തിട്ടാണ്. കൺസെപ്ഷൻ എന്നത് ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഒരു സ്റ്റേബിൾ ഫങ്ഷൻ ആണ്, അല്ലെങ്കിൽ കൺസെപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കറന്റ് ഡിസ്പോസിബിൾ ഇൻകത്തിലാണ്. കെയ്നസിൻ്റെ കൺസെപ്ഷൻ ഫങ്ഷൻ്റെ ഇക്വേഷൻ ആണ് സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ. എ എന്നത് ഓട്ടോണമസ് കൺസെപ്ഷൻ ആണ്, അതായത് ഇൻകം 0 ആകുമ്പോൾ ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്ഷൻ ആണ് ഓട്ടോണമസ് കൺസെപ്ഷൻ. സി എന്നത് കൺസെപ്ഷൻ ആണ്. ബി ഈസ് എ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC, ദാറ്റ് ഈസ് 0 ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ 1. MPC എന്നത് ചേഞ്ച് ഓഫ് കൺസെപ്ഷൻ ആണ്. ഇവിടെ എക്സ്ട്രാ കിട്ടുന്ന വരുമാനത്തിൽ എത്ര കൺസെപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതാണ് MPC. 500 കിട്ടിയ ഒരാൾക്ക് 1000 കിട്ടിയാൽ എക്സ്ട്രാ കിട്ടിയ 500-ൽ എത്ര ചെലവാക്കി എന്നത് കാണിക്കുന്നതാണ് MPC. ഇത് 0-ക്കും 1-നും ബിറ്റ്വീൻ ആണ്. വൈ എന്നത് ഡിസ്പോസിബിൾ ഇൻകം ആണ്. ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഒരാളുടെ കയ്യിൽ ബാക്കിയുള്ള എത്രയാണോ എമൗണ്ട്, അതാണ് ഡിസ്പോസിബിൾ ഇൻകം. ചെലവാക്കാനുള്ള എമൗണ്ട് ആണ് ഡിസ്പോസിബിൾ ഇൻകം എന്നിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു തിയറി ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ആണ് ആസ് ഇൻകം ഇൻക്രീസസ് കൺസെപ്ഷൻ ഇൻക്രീസസ് ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഇവിടെ അഗ്രിഗേറ്റ് ഇൻകം ഇൻക്രീസ് ആവുമ്പോൾ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ വളരെ ചെറിയ അളവിൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം ഇൻകത്തിന് പ്രൊപ്പോർഷനായിട്ട് കൺസെപ്ഷൻ കൂടാനുള്ള ഒരു പ്രഷർ കുറയുന്നു. ദെയർഫോർ ചേഞ്ച് ഓഫ് കൺസെപ്ഷൻ ലെസ് ദാൻ ചേഞ്ച് ഓഫ് ഇൻകം, ദാറ്റ് ഈസ് ഈക്വൽ ടു MPC ലെസ് ദാൻ 1. അടുത്ത പ്രൊപ്പോസിഷൻ ആണ് ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ കൺസെപ്ഷൻ ആൻഡ് സേവിങ്സ്. സോ ഇൻകം എന്നത് സേവിങ്സിലേക്കും കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചറിലേക്കും ഡിവൈഡ് ചെയ്യുന്നു. സോ ഇത് മീൻ ചെയ്യുന്നത് ഇൻകം ഇൻക്രീസ് ആവുമ്പോൾ പാർഷ്യലി കൺസ്യൂമും പാർഷ്യലി സേവിങ്സും നടക്കുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ, ചേഞ്ച് ഓഫ് വൈ ഈക്വൽ ടു ചേഞ്ച് ഓഫ് കൺസെപ്ഷൻ പ്ലസ് ചേഞ്ച് ഓഫ് സേവിങ്സ്. തേർഡ് പ്രൊപ്പോസിഷൻ ബോത്ത് കൺസെപ്ഷൻ ആൻഡ് സേവിങ്സ് റൈസ് വിത്ത് ഇൻകം. ഷോർട്ട് റണ്ണിൽ ഇൻകം കൂടുന്നതനുസരിച്ച് കൺസെപ്ഷനും സേവിങ്സും കൂടുന്നു. നമുക്ക് ഈ ലോയുടെ ബേസിക് അസംഷൻസ് നോക്കാം. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ്. കെയ്ൻസ് ഇവിടെ സൈക്കോളജിക്കലും ഇൻസ്ട്രക്ഷണൽ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ടാണ് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഇൻകത്തെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റു ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ടേസ്റ്റ്, ഹാബിറ്റ്, ഫാഷൻ, ഔട്ട്കം ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അടുത്ത അസംഷൻ നോർമൽ എക്കണോമിക് കണ്ടീഷൻ, നോ വാർ ഇൻഫ്ലേഷൻ. ഇവിടെ ഇൻകം പ്യുവർലി നോർമൽ കണ്ടീഷന് മാത്രമാണ് അസ്യൂം ചെയ്യുന്നത്. അബ്നോർമലും എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസും ഇതൊന്നും ഇവിടെ ഇല്ല. ഏതൊക്കെയാണ് ഈ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്? വാർ, ഇൻഫ്ലേഷൻ, ഇതെല്ലാം ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്തൊരു അസംഷൻ ആണ് ഫ്രീ മാർക്കറ്റ് എക്കണോമി ഓർ ലേസസ് ഫെയർ. ഈ ലേസസ് ഫെയർ എക്കണോമിയെ ബേസ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല, അല്ലെങ്കിൽ ആളുകൾ അവരുടെ ആവശ്യവും ആഗ്രഹങ്ങളും അനുസരിച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അടുത്തത് ഇംപ്ലിക്കേഷൻ ആണ് APC ഗ്രേറ്റർ ദാൻ MPC. ഇറ്റ്സ് ടേൺ ടു നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസെപ്ഷൻ. APC എന്നത് MPCയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസെപ്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് റൺ സ്റ്റെബിലിറ്റി ഓഫ് കൺസെപ്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിലാണ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അബ്സല്യൂട്ട് ഹൈപ്പോത്തിസിസ് കൺസെപ്ഷൻ്റെ ഡയഗ്രമാണ്. ഇവിടെ ഡയഗ്രത്തിൽ Y ആക്സിസിൽ കൺസെപ്ഷൻ ആണ്, X ആക്സിസിൽ ഇൻകം ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രീൻ ലൈൻ കാണിക്കുന്നത് C ഈക്വൽ ടു Y ആണ്. ദാറ്റ് ഈസ് കൺസെപ്ഷൻ ഇൻകത്തോട് ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ. ഇത് വളരെ കുറച്ച് ചാൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എപ്പോഴും വരാൻ ചാൻസ് ഉള്ളത് C ഈക്വൽ ടു A പ്ലസ് BY ആണ്. ദാറ്റ് ഈസ്
ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് കുറച്ച് അപ്വേർഡ് ആയിട്ടാണ്. അത് ഓട്ടോണമസ് ഇൻകം കാണിക്കുന്നു. വരുമാനം ഇല്ലെങ്കിലും ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. സോ നമുക്കിവിടെ ബ്ലൂ ലൈനിന്റെ സ്ലോപ്പ് കണ്ടാലും മനസ്സിലാവും ഇത് കൺസപ്ഷൻ എന്നത് ഒരുപാട് കൂടുന്നില്ല. സോ ഇൻകം കൂടിയ അത്രയും കൺസപ്ഷൻ കൂടുന്നില്ല. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജെ.എം. കെയ്നസിന്റെ കൺസപ്ഷൻ ഫംഗ്ഷൻ ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസപ്ഷൻ കൂടുന്നു. എന്നാൽ നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.